ഞാൻ പണ്ട് ആരാധനാ മഠത്തിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകുമായിരുന്നു. അപ്പം എന്നെ കാണുവാനായിട്ട് എൻ്റെ പ്രിയപ്പെട്ട ബോയ് ഫ്രണ്ട് അന്ന് സ്വന്തം ബെസ്റ്റ് ഫ്രണ്ടായ തൊമ്മനെയും വലിച്ചു കയറ്റി എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ വരുമായിരുന്നു. ഏറെക്കുറെ വായ്നോട്ടമൊക്കെയാണ് നടക്കുന്നതെങ്കിലും പക്ഷെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഇന്ന് അതിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾ കിട്ടുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും കല്യാണം കഴിച്ച് സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ട്. എന്തൊക്കെയായാലും അന്ന് പള്ളിയിൽ കുർബാനയും കഴിഞ്ഞ് KCOമിൻ്റെ മീറ്റിങ്ങും കഴിഞ്ഞ് ഈ ആശാക്കിരൻ്റെ സൈഡിൽ കൂടെ ഇതുപോലൊരു ഇടനാഴി പോലത്തെ ഒരു വഴിയുണ്ട്. ആ വഴി പോയി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നേരെ ചെല്ലുന്നത് മിൽമയിലേക്കാണ്. മിൽമയിൽ പോയി ഒരു കോഫി കുടിച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആകുമായിരുന്നു. ഇന്ന് ഇതേപോലെ പള്ളി കഴിഞ്ഞിറങ്ങി പള്ളിയുടെ തൊട്ട് താഴെയുള്ള ഈ ഒരു കോഫി ഷോപ്പിൽ പോയി അവിടുത്തെ പുസ്തകങ്ങളൊക്കെ എടുത്ത് മണത്ത് നോക്കുമ്പം ഒരു വല്ലാത്ത വികാരങ്ങളാട്ടോ. എൻ്റെ അപ്പയുടെ പെങ്ങള് സിസ്റ്റർ ആൻറ്റിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ബൈബിളിൻ്റെ അതേ മണമാട്ടോ ഇവിടുത്തെ ബുക്കുകൾക്ക്. എന്തെങ്കിലും ആട്ടെ, ഞാനിങ്ങനെ എന്ത് ചെയ്യുമ്പോഴും എൻ്റെ എല്ലാ മെമ്മറികളും ഞാനിങ്ങനെ ചെറിഷ് ചെയ്യാറുണ്ട്. കാരണം പണ്ട് തരിയോട് പള്ളിയിൽ എൻ്റെ വല്യപ്പനെയും അപ്പനെയൊക്കെ കൂട്ടി പോയിട്ട് കുർബാന കഴിഞ്ഞിറങ്ങി വന്നു കഴിഞ്ഞാൽ കൊച്ചുമലക്കാരുടെ കടയിൽ പോയിട്ട് ഒരു പഴംപൊരിയും ഒരു ചായയൊക്കെ കഴിക്കും. അതിനൊക്കെ എന്നാ ടേസ്റ്റ് ആയിരുന്നു. അന്നത്തെ കുഞ്ഞു സാന്ദ്ര ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവം എനിക്ക് നടത്തി തന്നിട്ട് തന്നെയുണ്ട്. ഞാൻ എപ്പോഴും അതിൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ്. കാരണം നമുക്ക് കിട്ടാനിരിക്കേണ്ട ബ്ലെസ്സിങ്സ് ഒക്കെ കിട്ടാൻ കുറച്ച് ലേറ്റ് ആകുമ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ദൈവത്തിനോട് ചോദിക്കുക, അന്തേ എനിക്ക് മാത്രം എന്താ ഒന്നും തരാത്ത, എനിക്ക് റിപ്ലൈ ഒന്നും എന്താ തരാത്തെന്ന്. നിങ്ങൾ കാത്തിരുന്നോ? കാരണം നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അധികമായിട്ട് എന്തോ വലിയ ബ്ലെസ്സിങ്സ് വരാനുള്ളൊരു സൂചനയാണിത്. കാരണം നമ്മുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിലുള്ളത്. ഇപ്പം തന്നെ കണ്ടില്ലേ, വളരെ സങ്കടപ്പെട്ടിരുന്ന ഞാൻ കഴിച്ച് തിരാംസ് കഴിച്ച് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന ഈ സന്തോഷം കണ്ട് എനിക്ക് ഈ തിരാംസ് വിളമ്പി ചേട്ടന് വരെ സന്തോഷമായി. എന്തെങ്കിലും ആട്ടെ, എല്ലാവരും സന്തോഷവും സമാധാനമായിട്ടിരിക്കുക. ഞാനിപ്പോൾ തൽക്കാലം ഈ ചെടിയുടെ ഒരു കമ്പ് കിട്ടുമെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് പ്ലാസ്റ്റിക് ആണത്രേ.